നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം വെളിപ്പെടുത്തുമെന്ന്. ആ വിവരമാണ് വെളിപ്പെടുത്താൻ പോകുന്നത്. നക്സൽ വർഗീസിനെ വെടിവെച്ചൊന്ന് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായി കോടതി ജീവപര്യന്തം ശിക്ഷിച്ച പോലീസ് IG ആയിരുന്ന കെ ലക്ഷ്മണ ഇപ്പോഴും കോടതി ശിക്ഷിച്ചിട്ടും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് ഇപ്പോഴും 14 വർഷമായി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോടതി ലക്ഷ്മണനെ ശിക്ഷിച്ചത് 2010 ഒക്ടോബർ 28-നാണ്. അതിനുശേഷം ലക്ഷ്മണ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 2013 3 വർഷക്കാലം മാത്രമാണ് കടന്നത്. അതിന് സർക്കാരിനെ സ്വാധീനിച്ച് അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് പുറത്തിറക്കി. 3 വർഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷിച്ച ഒരാൾ 3 വർഷം മാത്രം പൂജപ്പുര ജയിലിൽ കടന്നിരുന്നു. അതിനുശേഷം കവടിയാറിൽ ശിക്ഷ കഴിഞ്ഞ് 2013 ഇറങ്ങിയതിന് ശേഷം കവടിയാറിൽ വീട്ടിൽ 2 പോലീസ് സംരക്ഷണത്തിലാണ് ആൾ കഴിയുന്നത്. അവൻ വീട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് ജീവപര്യന്തം ശിക്ഷിച്ച ഒരു കുറ്റവാളിയെ പോലീസ് സംരക്ഷണം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. ഒരിക്കലും ജീവപര്യന്തം ശിക്ഷിച്ച ആളെ പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുകയാണ്. അത് മറികടന്നുകൊണ്ടാണ്. 2010 CBI കോടതി, എറണാകുളം CBI കോടതി ലക്ഷ്മണയെ ജീവപര്യന്തം ശിക്ഷിച്ചതിന് ശേഷം ലക്ഷ്മണ റിട്ടയേർഡ് IG ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ അത് തീർപ്പാക്കിക്കൊണ്ട് അപ്പീൽ തള്ളുകയും CBI കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് കേരള ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ 2011 ജൂൺ 14 ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതിയിലെ ലക്ഷ്മണയുടെ അപ്പീൽ തള്ളിക്കൊണ്ട് CBI കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ലക്ഷ്മണനെ ശിക്ഷിച്ചത് ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി വരെ ശിക്ഷിച്ച അല്ലെങ്കിൽ ആളെ ശിക്ഷാവിധി ശരിവെച്ച ഒരാൾക്ക് അതിനുശേഷം CBI കോടതി ശിക്ഷിച്ച 2010 ഒക്ടോബർ 28 മുതൽ ഇപ്പം വരെ 14 വർഷമായി. കൃത്യം 14 വർഷം അയാൾ ശിക്ഷ കിട്ടിയ അന്ന് മുതൽ ഇപ്പോൾ 14 വർഷമായിട്ട് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പെൻഷൻ വാങ്ങിക്കുമ്പോൾ 1 മാസത്തെ പെൻഷൻ ലക്ഷ്മണയുടെ 53,825 രൂപയാണ് 1 മാസത്തെ പെൻഷൻ കിട്ടുന്നത്. അപ്പം 14 വർഷം കൂട്ടുമ്പോൾ 90,42,600 രൂപയാണ് ഈ 14 വർഷത്തെ പെൻഷൻ വാങ്ങിച്ചിരിക്കുന്നത്. അത്രയും പൈസ വാങ്ങിച്ചത് സംസ്ഥാന ട്രഷറി ഡയറക്ടർ ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് ലഭിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ആ രേഖയാണ് കാണിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മണ 94 പെൻഷൻ വാങ്ങിച്ചു തുടങ്ങി. അതിനുശേഷം കോടതി ശിക്ഷിക്കുന്നത് 2010-ലാണ്. അപ്പം കോടതി ശിക്ഷിക്കുന്ന അന്ന് മുതൽ 14 വർഷത്തെയാണ്. അതിനുശേഷം കോടതി ശിക്ഷിച്ചതിന് ശേഷം സുപ്രീം കോടതി വരെ ശരിവെച്ചതിന് ശേഷം പിന്നീടാണ് 2016 സെപ്റ്റംബറിൽ സംസ്ഥാന ട്രഷറിയിൽ നിന്ന് ഇത്രയും വർഷമായിട്ട് പെൻഷൻ മേടിച്ചുകൊണ്ട ആൾ ഇത് ഓഡിറ്റിംഗ് നടത്തി ശിക്ഷിച്ച ആൾ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച പ്രതി പെൻഷൻ വാങ്ങിക്കുന്നത് ഓഡിറ്റിംഗ് നടത്തി കണ്ടെത്താതിരിക്കാൻ വേണ്ടി കേന്ദ്രത്തിലേക്ക് IAS-കാർ IPS-കാരുടെ സെൻട്രൽ പെൻഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. അത് 2016-ലാണ്. ആ 2016 സെപ്റ്റംബറിലേക്ക് മാറ്റിയത് അറിയാതിരിക്കാൻ വേണ്ടി മാറ്റിയതിന് ശേഷം അവിടുന്ന് നേരെ ലക്ഷ്മണയുടെ അക്കൗണ്ടിലേക്കാണ്, ഡയറക്റ്റ് ബാങ്കിലേക്കാണ് ഈ തുക പെൻഷൻ 53,000 സിസ്റ്റം രൂപ ഓരോ മാസം പെൻഷൻ കൃത്യമായി ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 വർഷമായിട്ട് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് 94 മുതൽ. അപ്പം ശിക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്നത് 14 വർഷം. അപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥരെയും വെച്ചിരിക്കുന്നു. ഈ വിവരം ട്രഷറി വകുപ്പിലേക്ക് ട്രഷറി ഡയറക്ടറെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. സാജനെ വിളിച്ചപ്പോൾ ഞങ്ങളല്ല, ഇവിടെയൊന്നും രേഖകളില്ല, ഞങ്ങളല്ല ഉത്തരവാദി, അതിൻ്റെ ഡീറ്റെയിലൊക്കെ ചെയ്യേണ്ട അക്കൗണ്ട് ജനറലാണ്. അക്കൗണ്ട് ജനറൽ അവിടെ വിവരാവകാശം വെച്ചിട്ടുമ്പോൾ ഞങ്ങളല്ല, ഗവൺമെൻറ്റാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ട്രഷറി ഡയറക്ടർ അവിടെ ചോദിക്കുന്നത്
എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായി ഞാൻ വിവരാവകാശമിട്ട് ട്രഷറി ഡയറക്ടർ ഓഫീസിൽ നിന്ന് തന്നെ തത്ത പറയുന്ന പോലെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും തുക ട്രഷറിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ നികുതിദായകരുടെ പൊതുജനത്തിൻ്റെ പൈസ എടുത്ത്, നികുതിദായകരുടെ പണം എടുത്ത് 1 കോടി രൂപയോളം അടുത്ത് 90,42,000 രൂപ 14 വർഷം കൊണ്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്നുള്ളതല്ലേ. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ട്രഷറി ഡയറക്ടർ അവിടുന്ന് വിവരാവകാശ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മാധ്യമങ്ങളിലൊന്നും ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുമ്പോഴാണ് എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാനലുകളിൽ നിന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ വിവരം വേണമെന്ന്. ഞാൻ തരാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പം ചാനലുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും 1 കോടിയോളം രൂപ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആൾ 14 വർഷം വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരും വെറുതെ അല്ല ട്രഷറി കാലിയായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇയാൾക്ക് 2 പോലീസുകാരെ വെച്ചത് സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിയുടെ ഓഫീസാണത് വിവരാവശ്യം വെച്ചിട്ട് അവൾ രഹസ്യമായിട്ട് ഇത് രഹസ്യമായ കാര്യമാണ് പോലീസിന് സംരക്ഷണം കൊടുക്കുന്നത്. ഞങ്ങൾ വെളിപ്പെടുത്തിയായിരുന്നു മറുപടി. ഞാൻ കഴിഞ്ഞ് ഇൻ്റലിജൻസ് മേധാവി ADGPനെ കാണുമല്ലോ എന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞപ്പോൾ മീറ്റിംഗ് ആണെന്ന്, എപ്പോഴും മീറ്റിംഗ് ആണ്. അപ്പം തന്നെ ഞാൻ ഈ ഇൻ്റലിജൻസ് മേധാവി ADGP മൊബൈലിൽ വിളിച്ചു. അപ്പം തന്നെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പറഞ്ഞ P. വിജയനാണ്. അദ്ദേഹം ഫോൺ എടുത്തു, അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ കോടതി ഇവരിന്ന് ശിക്ഷിച്ച ആൾക്ക് നിങ്ങളിങ്ങനെ പോലീസ് സംരക്ഷണം കൊടുക്കുന്നു, അവൻ പരാതി നടപടിയെടുക്കാം, അന്വേഷിക്കാം, നടപടിയെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മകേഷ് എന്ന് പറഞ്ഞ SP ഇൻ്റലിജൻസിനോട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. രഹസ്യമാണ്. അപ്പം അഴിമതി, സ്വജനപക്ഷപാത, നിയമവിരുദ്ധമായ പ്രവൃത്തികളൊക്കെ വെളിയിൽ കൊണ്ടുവരാണെന്ന് അപേക്ഷ ഇട്ടാൽ അത് രഹസ്യമൊന്നും നിൽക്കുകയില്ല. അപ്പോൾ പിന്നെ അക്കൗണ്ട് ജനറലിൻ്റെ അവിടെയും കൈമലത്താൻ അവർ ശ്രമിച്ചു, വിവരാവകാശം വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അവരോട് കൃത്യമായി ഞാൻ നിയമവശം പറഞ്ഞപ്പോൾ മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വെളിവരുന്നത് തടയുന്നതിനും അത് സർക്കാരിന് കിട്ടേണ്ട ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇതുപോലെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നതാണോ? സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് രൂപയല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ജീവനക്കാർ, അവർ പെൻഷൻ വാങ്ങിക്കുന്നു, ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 2010 മുതൽ 2013 വരെ 3 വർഷക്കാലം ലക്ഷ്മണ കിടന്നപ്പോൾ അന്നും ഓരോ മാസം മുടങ്ങാതെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിവരാവകാശ രേഖപ്രകാരം വെളിവാകുന്നുണ്ട്. ട്രഷറി ഡയറക്ടർ അവിടെ നിന്നുള്ള രേഖകൾ വെച്ച് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണ മരിച്ചു പോയെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം കവടിയാറിൽ അദ്ദേഹത്തെ ഈ പറയുന്ന 2 പോലീസുകാർ വീട്ടുജോലി ചെയ്യുക, പോലീസ് സംരക്ഷണം എന്തിനാണ്? ഇവിടെ DGP ആയി റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും പോലീസ് സംരക്ഷണമില്ല, ആവശ്യമില്ല, കൊടുത്തിട്ടില്ല. പിന്നെ ലക്ഷ്മണയ്ക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷിച്ച ആൾക്ക് 2 പോലീസുകാർ വെച്ച് വീട്ടുജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതെല്ലാം അന്വേഷിച്ചപ്പോൾ നടപടിയെടുത്ത് പിൻവലിക്കുന്നതിന് പകരം രഹസ്യമാക്കി വെക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഈ പറയുന്ന 90 ലക്ഷത്തിൽ 42,600 രൂപ തിരിച്ചു പിടിക്കുവാനും പലിശ സഹിതം തിരിച്ചു പിടിക്കുവാൻ ബന്ധപ്പെട്ടവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. തിരിച്ചു പിടിച്ചേ പറ്റൂ. നിയമപരമായി ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിക്ക് കൊടുക്കാൻ പാടുണ്ടോ? അപ്പം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ, 1 കോടിയോളം അടുത്ത് രൂപ സർക്കാരിൻ്റെ നികുതിദായകരുടെ പണം തട്ടിയെടുക്കുന്ന ഈ നടപടിയുമായി ബന്ധപ്പെട്ടു എനിക്ക് രഹസ്യ വിവരം കിട്ടിയനുസരിച്ചാണ് ഞാനിത് അന്വേഷിച്ചത്. ഞാനൊരു കുറ്റാന്വേഷണം തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പം ബന്ധപ്പെട്ട സർക്കാർ ഓഫീസിൽ സർക്കാരിന് കിട്ടേണ്ട പണം അനാവശ്യമായി ജനങ്ങളുടെ പണമെടുത്ത് ഇതുപോലെ കള്ളത്തരത്തിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിവരം ശേഖരിക്കുമ്പോൾ അതിൽ ആ പ്രതിയായിട്ടുള്ള ആ സർക്കാരിൻ്റെ പൈസ, നികുതിദായകരുടെ പൈസ തട്ടിയെടുക്കുന്ന ഈ ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ സഹായിക്കുന്ന നിലപാടാണ് ഇവരൊക്കെ സ്വീകരിച്ചത്. അതൊക്കെ ശരിയല്ല. എന്നെപ്പോലൊരാളോട് ഇത് ചെയ്യുമ്പോൾ ഇവിടെ സാധാരണക്കാരൻ ഒരാൾ ഈ ഓഫീസിലൊക്കെ പോയി രേഖ കിട്ടുമോ? അപ്പോൾ ഇവരെയൊക്കെ ഏത് അഭ്യാസം ഇറക്കിയാലും അതിനെയൊക്കെ അതിജീവിക്കാൻ 10-35 വർഷമായി ഇതുപോലെയുള്ള കേസുകളെത്തി പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഈ രേഖ വെളിപ്പെടുത്തുന്നതോടുകൂടി ഈ ലക്ഷ്മണയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തടയണം. 2 പോലീസുകാരെ വീട്ടിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾക്ക് വീട്ടുജോലി ചെയ്യാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാണ് സർക്കാരിന് പൊതുഖജനാവിന് പൈസ ഇല്ലാതെ കേന്ദ്ര സർക്കാരിനോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൈസ ഇല്ല എന്ന് ധനകാര്യ വകുപ്പ്.
മുഖ്യമന്ത്രി. അപ്പം പിന്നെ ഇതുപോലുള്ള അനാവശ്യമായ നിയമവിരുദ്ധമായ പൈസ എന്തിനു കൊടുക്കണം? അപ്പം കേന്ദ്ര സർക്കാരിനും ഈ IAS IPSകാരുടെ പെൻഷൻ കൊടുക്കുന്ന അവിടെയും പേഴ്സണൽ മന്ത്രാലയം ആൻഡ് പെൻഷനാണ് ഇത് നോക്കുന്നത്, പ്രധാനമന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ അവിടെയും പരാതി കൊടുക്കുന്നുണ്ട് ഇത്. അപ്പം കേന്ദ്ര സെൻട്രൽ പെൻഷനിലേക്ക് ഇത് മാറ്റി തന്നാൽ ഇവിടെ ഓഡിറ്റിംഗ് നടത്താതിരിക്കുവാനും കണ്ടുപിടിക്കാതിരിക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് തട്ടിപ്പാണ് നടത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച ആളെ മുഴുവൻ ജീവപര്യന്തം ശിക്ഷ മുഴുവൻ അനുഭവിക്കാതെ അന്നത്തെ സർക്കാരിനെ സ്വാധീനിച്ച് 3 വർഷം മാത്രം കടന്ന് പൊടിയും തട്ടി ഇറങ്ങി വന്നു. അതിനുശേഷം പെൻഷനും വാങ്ങിക്കുന്നു. ഇവിടെ ചെറിയ രീതിയിൽ പോലും പരാതിയുള്ള ഒരാളുടെ പെൻഷൻ കൊടുക്കുന്നില്ല, തടഞ്ഞു വെക്കുന്നു. എന്തുകൊണ്ട്? ശിക്ഷിക്കപ്പെട്ട ആൾക്ക് ഇത് നടപടി അത് വെരിഫൈ ചെയ്യേണ്ടതല്ലേ? പെൻഷൻ എന്തുകൊണ്ട് കൊടുത്തു? നടപടി എടുക്കേണ്ടതല്ലേ? അപ്പോൾ ഇതുപോലുള്ള സൂചനാക്ഷമത, അധികാര ദുരുപയോഗവും നിയമവിരുദ്ധമായി പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇവിടെ നീതിന്യായ വ്യവസ്ഥയെ, നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കാട്ടുകയല്ലേ, വെല്ലുവിളിക്കുകയല്ലേ? ആ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമവും നീതിയും ന്യായവും കോടതി ശിക്ഷിച്ചാലും എനിക്കിട്ടൊരു ചുക്കും ചെയ്യാനില്ല എന്ന് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവരെല്ലാം നിർത്തി ഇവരെല്ലാം സഹായം വാങ്ങിച്ച് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയോടും നീതിന്യായ വ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ലക്ഷ്മണയുടെ പെൻഷൻ തടയണം, ആ പെൻഷൻ കൊടുത്തത് തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ്. ബന്ധപ്പെട്ടവർക്കെല്ലാം തന്നെ ഞാൻ ഉടൻ പരാതി കൊടുക്കുന്നതാണ്.